പെരിന്തൽമണ്ണയിൽ മണ്ഡലം നേതാക്കളെ പരിഗണിക്കാതെ നജീബ് കാന്തപുരത്തിന് പേയ്മെന്റ് സീറ്റ് നൽകി എന്ന തരത്തിൽ ഫ്ലക്സ് വച്ചതിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത്. കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കൾ മണ്ഡലത്തിൽ തന്നെ ഉള്ളപ്പോൾ കോഴിക്കോട് ഉള്ളൊരാൾക്ക് പേയ്മെന്റ് സീറ്റ് അനുവദിക്കില്ല എന്ന് പെരിന്തൽമണ്ണ മുസ്ലിം ലീഗ് പോരാളികൾ എന്ന പേരിലാണ് ഫ്ലക്സ്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും ഫ്ലക്സിൽ പേരുള്ള 3 നേതാക്കളും പറഞ്ഞു. കഴിവും പ്രാപ്തിയുമുള്ള 3 നേതാക്കൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിലുള്ളപ്പോൾ കോഴിക്കോട് നിന്ന് പേയ്മെന്റ് സീറ്റ് അനുവദിക്കില്ല എന്നും കുഞ്ഞാലിക്കുട്ടിയുടെ പേയ്മെന്റ് സീറ്റ് അവസാനിപ്പിക്കും എന്നൊക്കെയാണ് മുസ്ലിം ലീഗ് പോരാളികൾ എന്ന പേരിലുള്ള ഫ്ലക്സിലുള്ളത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ജില്ലാ സെക്രട്ടറി താമരത്ത് ഉസ്മാൻ എന്നിവരുടെ പേരുകളും ചിത്രങ്ങളുമാണ് ഫ്ലക്സിലുള്ളത്. ഈ ഫ്ലക്സ് കഴിഞ്ഞ ദിവസമാണ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ 3 പേരും പാർട്ടി അംഗീകാരത്തോടെ മുമ്പ് ജനപ്രതിനിധികൾ ആയവരും സംഘടനയുടെ പ്രധാന ഭാരവാഹികളുമാണ്. നജീബ് കാന്തപുരം MLAയുടെ ജനപ്രീതി തകർക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. പാർട്ടി ആരെയാണ് തീരുമാനിച്ചതെങ്കിൽ അവരെ വിജയിപ്പിക്കും. നജീബ് കാന്തപുരത്തിനെതിരെ അസ്വസ്ഥരായവരാണ് ഫ്ലക്സ് നീക്കത്തിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ പറഞ്ഞു. UDFന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ട് മണ്ഡലത്തിലെ ചില ഭാഗങ്ങളിലൊക്കെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ വളരെ കൃത്യമാണ് അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത്. അതിലെ പരാമർശങ്ങൾ മാത്രം എടുത്താൽ മതി. യാതൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ പറയാന്നുള്ള ഉദ്ദേശത്തിലാണ് പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നജീബ് സാഹിബോടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് എന്ന നിലക്കാണ്. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിനെ പരിഗണിച്ചത് ഒരു പെയ്ഡ് കാൻഡിഡേറ്റ് എന്നുള്ള നിലക്കാണ് ഒരു പരാമർശം ഉണ്ടായത്. നമുക്കറിയാം, ഇവിടെ പെയ്ഡ് കാൻഡിഡേറ്റ് ഏത് പാർട്ടിക്കാണ്, ഏത് മുന്നണിക്കാണ് ഉണ്ടാവല്, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലും കേരളത്തിന്റെ പല ഭാഗത്തും പെയ്ഡ് കാൻഡിഡേറ്റിനെ വെച്ച് പരിചയം CPM-നാണ്. അപ്പൊ ആ രൂപത്തിലുള്ള പരാമർശത്തിൽ തന്നെ, ഒരൊറ്റ പരാമർശത്തിൽ തന്നെ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും നേതാക്കൾ ഉണ്ടാവും. അത് ഈ മണ്ഡലത്തിൽ എന്നുള്ളത് മാത്രമല്ല, പല മണ്ഡലങ്ങളിലും ഉണ്ടാവും. അത് പാർട്ടി ആരെയാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ മണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹം ആരെയാണ് പ്രഖ്യാപിക്കുന്നത് വെച്ചെങ്കിൽ അവരാണ് സ്ഥാനാർത്ഥിയായിട്ട് വരിക. അതിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായിട്ട് ഈ പാർട്ടി ഉണ്ടാവും, മുന്നണി ഉണ്ടാവും. യാതൊരു തർക്കവും കാര്യത്തിലില്ല. പിന്നെ കുറെ ഭാരവാഹികളുടെ പേരൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ പരസ്പരം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇനി വരും. അപ്പൊ അതൊക്കെ അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ കണ്ട് അത് തള്ളിക്കളയാനുള്ള ഒരു ബുദ്ധി UDFിലെ അണികൾക്കുണ്ട് എന്നാണ് പറയാനുള്ളത്. നജീബ് സാഹിബ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നാടിന്റെ വികസനം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ തുല്യതയില്ലാത്ത ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അതിൽ അസ്വസ്ഥത പൂണ്ട ആളുകൾ CPM-ന്റെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഗതി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് അവജ്ഞതയോടുകൂടി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് അധ്യക്ഷൻ എന്ന നിലക്ക് അത് തള്ളിക്കളയാണ്. ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമം വിലപോകില്ലെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറിയും സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ AK മുസ്തഫ പറഞ്ഞു. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവഗണിച്ച് വിടാനാണ് പതിവ്. എത്രയോ പോസ്റ്ററുകൾ പെരിന്തൽമണ്ണയിൽ മുൻകാലത്തും വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അതിൻ്റെതായിട്ടുള്ള അവഗണനയോടുകൂടെ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു നയം. ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പേര് വന്നു, ഇപ്പോൾ പെയ്ഡ് സീറ്റാണെന്നാണ് പറയുന്നത്. ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ ആരാണ് പെയ്ഡ് സീറ്റിൻ്റെ ആളുകൾ? കാലങ്ങളായി ഇവിടെ പെരിന്തൽമണ്ണയിലാണെങ്കിലും തൊട്ടപ്പുറവും ഇപ്പുറമൊക്കെ ഉള്ള മണ്ഡലങ്ങളിലൊക്കെ കാശ് വാങ്ങി സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ആരാ? 1ഉം 2ഉം മണ്ഡലങ്ങളിൽ ചെലവാക്കേണ്ടുന്ന പൈസ ഒക്കെയാണ് ചില ആളുകളിൽ നിന്ന് ഇവർ വാങ്ങിയിട്ടുണ്ടാകുകയെന്ന് കേൾക്കാറുണ്ട്. നമുക്കറിയില്ല, ജനത്തിൻ്റെ ഇടയിലുള്ള സംസാരമാണ്. അപ്പോൾ ഈ പ്രയോഗങ്ങളും അതുപോലെ തന്നെ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. ഇത് പെരിന്തൽമണ്ണയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കണം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ സംഗതി. അതുമ്പോൾ പെരിന്തൽമണ്ണ ചുറ്റിത്തിരിയില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട്ട് നിന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ടീം UDF ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങും. ആ പ്രഖ്യാപനം കാത്ത് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ വെറുതെ ഒരു പൊയ്വടി പൊട്ടിച്ച് ഞങ്ങളെല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുക, അതിനിടയിൽ ഒന്ന് കുളം കലങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് മീൻ പിടിക്കുക എന്നുള്ള ഒരു മിഥ്യാധാരണയുടെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടിക്ക് പേയ്മെൻറ്റ് സീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാശ് കൊടുത്തിട്ട് നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ വന്നു എന്ന് പറഞ്ഞാൽ
ആരാണ് അത് വിശ്വസിക്കുക? നജീബ് കാന്തപുരം കഴിഞ്ഞ പ്രാവശ്യം ആകസ്മികമായിട്ട് പെരിന്തൽമണ്ണയിൽ വന്നത് എന്തുകൊണ്ടാണ്? സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലക്കല്ലേ? ആർക്കാണ് ഇതൊക്കെ അറിയാത്തത്? പിന്നെ ഞങ്ങളിവിടെ കഴിവുള്ള ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പടിയാണ് വിഴുങ്ങിയാൽ തന്നെ അതിനൊക്കെ പാർട്ടിക്കും പാർട്ടിയുടേതായിട്ടുള്ള നയങ്ങളും സമീപനങ്ങളും ഞങ്ങൾക്കൊക്കെ പരിഗണനകൾ അതാത് കാര്യങ്ങളിൽ തന്നിട്ടുണ്ട്. ഇനിയും ഞങ്ങളൊക്കെ പ്രതീക്ഷയിൽ തന്നെയാണ്. ഞങ്ങളൊക്കെ ഇപ്പം അങ്ങനെയാണ് പുര നിറഞ്ഞ് നിൽക്കുക എന്നുള്ള തോന്നലൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പം അതുകൊണ്ട് പാർട്ടി ഞങ്ങളെ പരിഗണിച്ചിട്ടുണ്ട്. ഇനിയും തന്നെ ആ പരിഗണനയൊക്കെ ഞങ്ങളുടെയൊക്കെ ഭാഗത്തു കൂടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഈ തെറ്റിദ്ധാരണയുടെ പിന്നാലെ പോകാൻ ഇപ്പം തൽക്കാലം പെരിന്തൽമണ്ണയിലെ ടീം UDF അതിൻ്റെ അനുഭാവികളോ തയ്യാറല്ല. നല്ല ഒരു ഷോക്കിംഗ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും രീതിയിൽ ചെയ്ത് കാട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലും സ്ഥാനാർത്ഥിയായി പിടിച്ച് നിലവിലുള്ള ഒരു രംഗം എങ്ങനെയെങ്കിലും കുളമാക്കണം എന്നുള്ളതാണ് ആരുടെയെങ്കിലും ധാരണയെങ്കിൽ അത് പെരിന്തൽമണ്ണയിൽ ഇനിമേൽ ചെലവാവില്ല എന്നുള്ളതാണ് വളരെ വിനയത്തോടു കൂടി അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാർട്ടിയുടെയും MLAയുടെയും സ്വീകാര്യത തകർക്കാൻ ഇത് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആസൂത്രിത നീക്കമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി താമരത്ത് ഉസ്മാൻ പറഞ്ഞു. പാർട്ടി തങ്ങളെ നന്നായി അംഗീകരിച്ചിട്ടുണ്ടെന്നും ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ഈ ആസൂത്രിത നീക്കം വിലപ്പോകില്ലെന്നും താമരത്ത് ഉസ്മാൻ പറഞ്ഞു. ആ ബാനർ സതുദ്ദേശപരമല്ല എന്ന് അത് ഒറ്റ നോട്ടത്തിൽ കാണുന്ന ആർക്കും ബോധ്യമാകും. അത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നജീബ് കാന്തപുരം MLA ഉണ്ടാക്കിയ ജനപ്രീതിയെ തകർക്കാനും അതേപോലെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ഈ നിയോജക മണ്ഡലത്തിൽ UDF നടത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള മുന്നേറ്റത്തെ തടയിടാനോ ഏതോ കുതന്ത്രം ആസൂത്രണം ചെയ്യുന്ന കേന്ദ്രത്തിൽ നിന്ന് പിറന്നതാണ് ആ ബാനർ. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, നജീബ് കാന്തപുരം MLAയുടെ സീറ്റ് പെയ്ഡ് സീറ്റാണെന്നാണ്. മുസ്ലിം ലീഗിന്റെ ഒരു രീതി അനുസരിച്ച് ഓരോ മണ്ഡലത്തിലേക്കും മെറിറ്റ് നോക്കി അതിന് അർഹതപ്പെട്ട ആളുകളെ ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മറ്റു നേതാക്കന്മാരുമായിട്ടൊക്കെ കൂടിയാലോചിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം MLA സ്ഥാനാർത്ഥിയായിട്ട് വന്നു. തീർച്ചയായും കഴിഞ്ഞ 5 കൊല്ലക്കാലം അദ്ദേഹം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ സർവതോമുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടി പ്രത്യേകിച്ച് പുതുതലമുറയെ ലക്ഷ്യം വെച്ച് അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള നല്ല മികച്ച പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പൊ ഞങ്ങളുടെ അഭിപ്രായം നജീബ് കാന്തപുരം MLA തന്നെ ഇവിടെ മത്സരിക്കണം എന്നാണ്. പൊതുവെ ഈ മണ്ഡലത്തിലെ ഒരു ജനവികാരം അങ്ങനെയാണ്. അപ്പൊ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ട് ഏതോ കേന്ദ്രങ്ങളിൽ നിന്ന് പടച്ചുണ്ടാക്കിയതാണ് ആ ബാനർ. ഞങ്ങൾ സംശയിക്കുന്നു ഇത് പരാജയ ഭീതി പൂണ്ട ഇടതുപക്ഷ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് CPM കേന്ദ്രങ്ങളിൽ നിന്ന് എവിടെ നിന്നോ ആസൂത്രണം ചെയ്തതാണ് ഈ പദ്ധതി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അതിനകത്ത് പരാമർശിച്ചിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള 3 പേരുടെ ചിത്രം വെച്ചിട്ടുണ്ട് ആ ബാനറിനകത്തും. കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ പെരിന്തൽമണ്ണയിൽ ഉണ്ടായിരിക്കെ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് ഞങ്ങൾക്ക് 3 പേർക്കും മാത്രമല്ല അർഹതപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും മാന്യമായ പരിഗണന പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ AK മുസ്തഫയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി, സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു ബ്ലോക്ക് പ്രസിഡന്റായിട്ട് പഞ്ചായത്തായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു. പിന്നെ AK നാസർ മാഷ് ഒരു ജനപ്രിയനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ്. താഴക്കോട് ഗ്രാമപഞ്ചായത്ത് ദീർഘകാലം മെമ്പറായി ജനസേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്. പാർട്ടിയിലും അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ടിട്ടുള്ള സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്നെ കുറിച്ചാണെങ്കിലും ഞാൻ നിയോജക മണ്ഡലം തലത്തിൽ പ്രവർത്തിച്ച് ജില്ലാതലത്തിൽ ഈ ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിമാരിൽ ഒരാളാവുക എന്ന് പറഞ്ഞത് വലിയ അംഗീകാരമല്ലേ? ഈ ജില്ലയിലെ ഏറ്റവും വലിയ യുവജന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആവുക എന്നത് പറയുന്നത് പാർട്ടി എനിക്ക് തന്ന ഏറ്റവും വലിയ അംഗീകാരമല്ലേ? മാത്രമല്ല ബാങ്ക് ഭരണസമിതിയിൽ 2 തവണ പെരിന്തൽമണ്ണ മുനിസിപ്പൽ കൗൺസിലിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലിൽ ഉൾപ്പെടെ എന്തെല്ലാം പരിഗണനകളാണ് ഞങ്ങൾക്കൊക്കെ തന്നിട്ടുള്ളത്. അപ്പോ ഇത് തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി, പ്രവർത്തകർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ആരോ ആസൂത്രിതമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഞങ്ങളുടെ ഒരു പ്രവർത്തകരും ഇതിനകത്ത് വീട് പോവില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നജീബ് കാന്തപുരം കഴിഞ്ഞ 5 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ മികച്ച പ്രവർത്തനങ്ങൾ ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാൻ അദ്ദേഹം തന്നെ ഇവിടെ മത്സരിക്കണം എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലെക്സ് അതേപോലെയുള്ള കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടൊന്നും പെരിന്തൽമണ്ണയിലെ UDFന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.